ബംഗ്ലാദേശികളെ നമ്മുടെ രാജ്യത്ത് നിന്ന് പുറന്തള്ളാൻ ശ്രമിച്ചാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി എതിർക്കുമല്ലോ. മമതയ്ക്ക് വല്ലാത്ത അസ്വസ്ഥതയാണ്. ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ രാജസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ട്. രാജസ്ഥാനിൽ 300 ബംഗ്ലാദേശികൾ എന്ന് പറയുന്നത് സംശയിക്കപ്പെടുന്നവരെ പോലീസ് പിടികൂടി. അവരുടെ ഒരു വലിയ കോളനി പോലെ ഉള്ള സ്ഥലത്ത് ഒരു കെട്ടിടത്തിൽ താമസിക്കുകയായിരുന്നു. 300 പേരെ രാജസ്ഥാൻ പോലീസ് അങ്ങ് തടഞ്ഞു വെച്ചു. കാരണം ഇവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ പരിശോധിച്ചപ്പോൾ സംശയം ഇവർ ബംഗാളികളല്ല, ബംഗ്ലാദേശികളാണ് എന്ന് ഏതാണ്ട് രാജസ്ഥാൻ പോലീസ് ഉറപ്പിച്ചു. അപ്പോൾ ഉടനെ മമത ക്ഷുഭിതയായി ചാടി വീണിട്ടിരിക്കുകയാണ്. കാരണം ഇവരെ പിടിച്ചു വെച്ചപ്പോഴത്തേക്ക് പോലീസ് തടവിൽ വെച്ച് താമസിക്കുന്ന കെട്ടിടത്തിൽ പുറത്തിറങ്ങാൻ പാടില്ല. അങ്ങനെയാണല്ലോ ഇവരെ പിടികൂടിയാൽ കൊണ്ട് താമസിപ്പിക്കുന്നത്. അപ്പോൾ അവർ താമസിക്കുന്ന കെട്ടിടം തന്നെ ഒരു ജയിൽ പോലെയാക്കി അവരെ പോലീസ് കാവലിട്ടിരിക്കുകയാണ്. അതിലൊരാൾ പെട്ടെന്ന് അവിടുത്തെ MLA, ഇത് ദിനാജ്പൂർ ജില്ലയിലെ ഇത്തഹാർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ നിന്ന് വന്നവരാണ്. ഇത്തഹാറിലെ MLA വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ ഇവിടെ രാജസ്ഥാൻ പോലീസ്, BJP-കാരുടെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് MLA-യോട് പറഞ്ഞു. MLA പോയി നേരെ മമതാ ബാനർജിയോട് പറഞ്ഞു. മമത അങ്കക്കലിവുണ്ട്. മമതയ്ക്ക് ആപാത ചൂടം ചൊറിഞ്ഞ് കയറിയിട്ട് മമത ഉടനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ബംഗ്ലാദേശി ഭാഷ സംസാരിച്ചാൽ എന്താ പ്രശ്നം? ബംഗാളി സംസാരിച്ചാൽ എന്താ കുഴപ്പം? ബംഗാളിലുള്ള ആളുകൾ ബംഗ്ലാദേശിലെ ഭാഷയും സംസാരിക്കും. രണ്ടും അടിസ്ഥാനപരമായിട്ട് ഒന്നാണ്, ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നമ്മളിപ്പോൾ പല കോഴിക്കോട്ടെ ഭാഷയും തിരുവിതാംകൂറിലെ ഭാഷയും എന്ന് പറഞ്ഞ ചെറിയ വ്യത്യാസങ്ങൾ ബംഗ്ലാദേശിലെ ഭാഷയും ബംഗാളിലെ ചില സ്ഥലങ്ങളിലെ ഭാഷയും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. പക്ഷേ കോമൺ ഭാഷ രണ്ടിടത്തും ബംഗ്ലാദേശിലെയും ബംഗാളിലെയും ഭാഷ ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. അതുകൊണ്ട് അവർ ചോദിക്കുന്നത്, ഇനി ബംഗ്ലാദേശി ആവട്ടെ, ബംഗ്ലാദേശിലെ ഭാഷയാവട്ടെ, ബംഗാളി തന്നെയാവട്ടെ, അത് സംസാരിച്ചാൽ എന്താ പ്രശ്നം? ഞങ്ങളുടെ നാട്ടിൽ 1.5 കോടി അന്യസംസ്ഥാന ആളുകൾ പണിയെടുക്കുന്നുണ്ട്. അവരെ ഒന്നും ഞങ്ങൾ പുറത്താക്കത്തില്ല. ഇപ്പോൾ ബംഗാളി സംസാരിക്കുന്ന ബംഗാളിൽ നിന്ന് വന്ന ആളുകളോട് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഡൽഹി, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് മമത പറയുന്നത് 1971 മുമ്പ് ഇങ്ങോട്ട് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ അവരൊക്കെ ഇന്ത്യക്കാരായിട്ട് ഞങ്ങൾ അംഗീകരിക്കണം. അതുമാത്രമല്ല, ബംഗാളി ഭാഷയോട് എന്താണ് ഇത്ര അതൃപ്തി? ബംഗാളി ഭാഷ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇന്ത്യക്കാരായി അംഗീകരിച്ചുകൂടെ? അവിടെയാണ്, ആ ചോദ്യത്തിലാണ് കുഴപ്പം. ബംഗാളി ഭാഷ സംസാരിക്കുന്ന എല്ലാ ബംഗ്ലാദേശികൾക്കും അറിയാം. അങ്ങനെയാണ് മമതയുടെ തിയറി അനുസരിച്ച് ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെ എല്ലാം ഇന്ത്യക്കാരായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ മമത പറയാതെ പറയുന്നത് ബംഗ്ലാദേശികളെ മുഴുവൻ ഇന്ത്യക്കാരായി അല്ലെങ്കിൽ ബംഗാളികളായി അംഗീകരിക്കണം. ഇതൊരു അപകടകരമായ ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അപകടകരം എന്ന് ചോദിച്ചാൽ 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ബംഗ്ലാദേശും മമതയും രഹസ്യമായും പരസ്യമായും പറയുന്ന കാര്യമുണ്ട്. വിശാല ബംഗ്ലാദേശ്, അത് ബംഗ്ലാദേശ് പറയുന്നു. മമത പറയുന്നു വിശാല ബംഗാൾ. വിശാല ബംഗാൾ എന്ന് പറഞ്ഞാൽ ത്രിപുരയുടെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെ ബംഗ്ലാദേശിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, ഇതെല്ലാം ചേർന്ന് വിശാല ബംഗാൾ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടാവണം ബംഗ്ലാദേശ് പോലെ എന്ന് ആഗ്രഹിക്കുന്ന കുറേ ആളുകൾ ബംഗാളിലുണ്ട്, പശ്ചിമ ബംഗാളിലുണ്ട്. അവരുടെ വക്താവിനെ പോലെയാണ് പലപ്പോഴും മമത സംസാരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നിയമവും നടപ്പാക്കത്തില്ല, കേന്ദ്രസേനയെ പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല. കണ്ടതല്ലേ, കേന്ദ്രസേനയെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, NIA പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല, CBIക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. CRPFുകാർ വന്നാൽ അവരെ വഴി തടഞ്ഞു വെക്കും. അങ്ങനെ കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കാതെ വിശാല ബംഗാൾ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറയുന്ന ആശയക്കാരുടെ കൂടെയാണ് മനസ്സുകൊണ്ടെങ്കിലും മമതാ ബാനർജി. അല്ലെങ്കിൽ 300ഓളം ബംഗാളി സംസാരിക്കുന്ന ആളുകളെ രാജസ്ഥാൻ പോലീസ് പിടിച്ചു വച്ചിട്ട് അവരുടെ രേഖകൾ പരിശോധിച്ച് നിങ്ങൾ ഇന്ത്യക്കാരല്ല, നിങ്ങൾ തിരിച്ചു പോകേണ്ടി വരും, അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് മമതാ ബാനർജി അസ്വസ്ഥയാവുന്നത്? ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ പിടിച്ച് രാജസ്ഥാൻ പോലീസ് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരാൾ ഇത്തഹാർ MLAക്ക് ഫോൺ ചെയ്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഫോൺ ചെയ്ത MLAയുടെ പേരും ബസറഫ് ഹൊസൈൻ എന്നാണ്. ബസറഫ് ഹൊസൈൻ ഉടനെ തന്നെ മമതയുടെ അടുത്ത് പറഞ്ഞു. ബസറഫ് ഹൊസൈൻ ഇതുപോലെ ബംഗാളിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോയ ആളുകളുടെ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് ഇടപെടാൻ എന്താണ് കാരണം? പലയിടത്തു നിന്നും ആളുകളെ പിടിച്ച് പുറത്തേക്ക് അയക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഈ ആലുവയിൽ നിന്ന് സമീപകാലത്ത് ഒരു 30 പേരെ പിടിച്ചു. അവരെ പിടിച്ചിട്ട് നമ്മൾ ഡിപ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ മൊസറഫ് ഹുസൈൻ വന്നില്ലല്ലോ.
മമത കല്ലിത്തുള്ളിയില്ലല്ലോ, സ്വാഭാവിക നടപടിയായിട്ട് വന്നു. പക്ഷേ എന്താണ് പെട്ടെന്ന് മമത ഇടപെടാൻ എന്താണ് കാര്യം? സിമ്പിളാണ്. 300 പേരുണ്ട്. 300 പേരുടെ ചെറിയ നമ്പറല്ല, വലിയ നമ്പറാണ്. മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, UP, രാജസ്ഥാൻ, ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങൾ വലിയ തോതിൽ ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും കണ്ടെത്തി പുറത്താക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. സമീപകാലത്താണ് കുറേ പേരെ ആസാമിൽ നിന്ന് പിടികൂടിയിട്ട് നോമാൻസ് ലാൻഡിലേക്ക് കൊണ്ട് തള്ളി. നീയൊക്കെ പോവാതിരിക്കുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഈ നാട്ടിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് മാത്രമല്ല ആസാമിൽ ഹിമന്ത ബിശ്വ തീരുമാനിച്ചു അതിർത്തി ഗ്രാമങ്ങളിലുള്ള ആളുകൾക്ക് തോക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ നുഴഞ്ഞുകയറ്റക്കാരുടെ അക്രമകാരികളാണ്. അവന്മാർ ഇവിടെ വന്ന് പരിപാടി നടത്തി ആളെ കൊന്നിട്ട് എന്ത് ചെയ്യും? നേരെ ബംഗ്ലാദേശിലേക്ക് പോകും. അതുകൊണ്ട് അതിർത്തി ഗ്രാമങ്ങളിൽ തോക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശികൾ ആയിട്ടുള്ള ആളുകൾക്കെതിരെ, റോഹിംഗ്യൻസിനെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുന്നു. ഇപ്പോൾ പത്രങ്ങളിലൊന്നും വരാത്തതുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് എക്സിൽ വലിയ നടപടികൾ വിടുന്നുണ്ട്. ഡൽഹി ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു സിനോ. കാരണം ഡൽഹിയിൽ ഇക്കാലം അത്രയും ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന രാജ്യവിരുദ്ധ നിലപാടുള്ള രാഷ്ട്രീയവാദി ഭരിച്ചിരുന്ന കാലത്ത് ബംഗ്ലാദേശികളുടെ കൂത്തരങ്ങായിരുന്നു ഡൽഹി. അവിടെ ക്ലീൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട്. കാണുമ്പോൾ ഒരു സ്ലം ചേരിയാണ്, ചേരിയുടെ പ്രകൃതം. പക്ഷെ അത് തുറന്ന് അകത്തോട്ട് കയറുമ്പോൾ വേറെ ലോകമാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉള്ള വീടുകൾ. അപ്പം പുറമേ മാത്രം ചേരി. ഈ താമസിക്കുന്ന ആളുകൾ മുഴുവൻ ഇന്ത്യക്കാരല്ല. എന്നിട്ട് അവർ പരസ്യമായി പറയുന്നുണ്ട്, ഞങ്ങൾ ബംഗ്ലാദേശികളാണ്, ഞങ്ങളെ മോദി വിചാരിച്ചാൽ ഞങ്ങളെ പുറത്താക്കാനൊന്നും പറ്റില്ല, ഞങ്ങൾ പോകത്തില്ല എന്ന് പറയുന്ന വീഡിയോകളൊക്കെ ഹിന്ദി ചാനലുകൾ, ഹിന്ദി യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട്. പരസ്യമായി ബംഗ്ലാദേശികളാണെന്ന് പറഞ്ഞിട്ട് ചാനലിൻ്റെ ലേഖകരോട് തട്ടിക്കയറുന്ന ബംഗ്ലാദേശികളെ, റോഹിംഗ്യൻസിനെ കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ മുഴുവൻ കണ്ടെത്തി ഒഴിപ്പിക്കുന്ന വലിയൊരു ഡ്രൈവ് മധ്യപ്രദേശും ഡൽഹിയുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ മമത ഇപ്പോൾ പേരെടുത്ത് 2 സംസ്ഥാനങ്ങളെയാണ് കുറ്റപ്പെടുത്തിയത്. ഒന്ന് മധ്യപ്രദേശും ഒന്ന് ഡൽഹിയും. രാജസ്ഥാനിലെ സംഭവത്തിലാണ് ഇവരുടെ പ്രതിഷേധമായിട്ട് വന്നിരിക്കുന്നുവെങ്കിലും ഡൽഹിയുടെ പേരെടുത്ത് പറഞ്ഞു. ഡൽഹിയിൽ വലിയ തോതിൽ നമ്മുടെ ഈ അടുപ്പുകുട്ടി ചർച്ചക്കാരും നമ്മുടെ മാധ്യമങ്ങളൊന്നും അറിയാത്ത കാരണം ഡൽഹി സർക്കാർ അതൊന്നും പത്രക്കുറിപ്പ് ഇറക്കുന്നില്ല. ബുൾഡോസർ ചെല്ലുന്നു, ഇടിച്ചു പൊളിച്ച് കളയുന്നു. വലിയ ഫ്ലാറ്റ് ഉണ്ടാക്കി താമസിക്കുന്ന ആളുകളെ വരെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. ഇത് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുമ്പോഴാണ് ഇവിടെ ചില ആളുകൾക്ക് ഇവരോട് മമതയും, ഈ മമതാ ബാനർജിയല്ല, അനുകമ്പയും ഒക്കെ വരുന്നത്. പക്ഷെ വാർത്തയാക്കണ്ട. യോഗി ആദിത്യനാഥാണ് പക്ഷേ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ ഉടനെ പൊളിച്ച 380 കെട്ടിടങ്ങളുടെ ലിസ്റ്റ് PRD വഴി പുറത്തോട്ട് വിട്ടു. അപ്പോൾ ഏതായാലും ബംഗ്ലാദേശികളായിട്ടുള്ള റോഹിംഗ്യൻസ് ആയിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ശക്തമായ നടപടി തുടരുകയാണ്. അപ്പോൾ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് വയലൻ്റായിട്ട് മമത വലിയ പ്രതിഷേധമായിട്ട് വരുന്നു. ഈ 300 പേരെയൊന്നും നാട് കടത്താൻ പറ്റത്തില്ല എന്ന് പറയുന്നു. 71 വരെ വന്നവരൊക്കെ ഇന്ത്യക്കാരായിട്ട് കൂട്ടണം. ഇനി ബംഗാളി ഭാഷ സംസാരിക്കുന്നവരെയും ഇന്ത്യക്കാരായി കൂട്ടണം എന്നുള്ള ആവശ്യമായിട്ട് വന്നിരിക്കുന്നു. ഇപ്പം കുറേ സായിപ്പ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ബംഗാളി പഠിച്ചാൽ സായിപ്പിനെ ഇന്ത്യക്കാരനായിട്ട് കൂട്ടണം, വോട്ടർ പട്ടികയ്ക്ക് ചേർക്കണം. മമതയുടെ ഇപ്പോഴത്തെ പ്രശ്നം 1 വർഷത്തിനുള്ളിൽ ബംഗാളിൽ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒരു വലിയ ഡ്രൈവ് നടത്തി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഭാരത സർക്കാർ ബംഗ്ലാദേശികളെ കണ്ടെത്തി അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുമോ, അവരെ നാട് കടത്തുമോ, ഡിപ്പോർട്ട് ചെയ്യുമോ എന്നുള്ള വലിയൊരു ആശങ്ക മമതാ ബാനർജിയെ ഇപ്പം ഗ്രസിച്ചിട്ടുണ്ട്. അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ അത് വലിയ തടസ്സമാവും അല്ലേ? ഇത്രയും നാൾ എങ്ങനെയാണോ മമതാ ബാനർജി ആ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരുന്നത് അത് ഇവരുടെയൊക്കെ സഹായത്തോടെയാണെന്നുള്ളത് പുറത്താകപ്പെടുകയും ഒപ്പം അവരുടെ സഹായം ലഭിക്കാതിരുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇത് അങ്ങനെ പറയും അല്ല, അങ്ങനെ തന്നെ പറയണം. എന്തിനാണ് മമതയെ അല്ലല്ല, ഞാൻ പറയട്ടെ, മമതാ ബാനർജി അല്ല ചെയ്തത്. ഇത് ആദ്യം ചെയ്തത് CPM ആണ്. ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയിരിക്കുന്ന മുഴുവൻ ആളുകളെയും അവിടെ താമസിപ്പിച്ച് അവർക്ക് ആധാർ കാർഡ് ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ അതിനു മുമ്പ് വോട്ടർ ID ഉണ്ടാക്കി, റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുത്ത് അവർ ലക്ഷക്കണക്കിന് വരുന്ന ബംഗ്ലാദേശികളെ ബംഗാളിലെ വോട്ടർമാരാക്കി മാറ്റി അവരെ കൊണ്ട് വോട്ട് ചെയ്യിച്ച് 4 നൂറ്റാണ്ടിന് മേൽ ഭരിച്ചത് കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന സിംഹവാലൻ കുരങ്ങനെ പോലെയുള്ള ഈ പാർട്ടിയാണ്. അന്ന് മമത പുറത്തായിരുന്നു. മമത കോൺഗ്രസിലും യൂത്ത് കോൺഗ്രസിലുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഈ വോട്ട് മറഞ്ഞു പോയത്? മമതയുടെ ഒരു പൂർവ്വകാലം കൂടെ നമ്മൾ നോക്കണം. മമതയെ
വഴി നടക്കാൻ സമ്മതിക്കത്തില്ലായിരുന്നു CPM-കാർ. മമതയെ തെരുവിലിട്ട് പരസ്യമായി അവരുടെ സാരി വലിച്ചു കയറി ആക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രൂരമർദ്ദനങ്ങളും ക്രൂരമായ CPM-ന്റെ പീഡനങ്ങളും ഏറ്റുവാങ്ങിയിട്ടാണ് മമത എമർജ് ചെയ്ത് വന്നത്. മനസ്സിലായി മമതയ്ക്ക് തന്ത്രം എന്താണെന്നല്ലേ. എന്നിട്ട് മമത എന്ത് ചെയ്തു? മമത ഇതേ തന്ത്രം പോയപ്പോൾ CPM വട്ടപൂജ്യമായി പോയി. എന്നിട്ട് മമത വളരെ കൃത്യമായി മുസ്ലിം കാർഡും കളിക്കുന്നു. CPM അത്ര മുസ്ലിം കാർഡുകൾ പരസ്യമായി കളിച്ചില്ലായിരുന്നു. പക്ഷേ മുസ്ലിമുകളായിട്ട് വന്നിട്ടുള്ള ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ മുഴുവൻ വോട്ടർമാരാക്കി മാറ്റുന്ന ഒരു പരിപാടി ചെയ്തിരുന്നു. അത് കേരളത്തിലും ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ അന്യസംസ്ഥാന തൊഴിലാളി എന്ന് വിളിക്കരുത്, അതിഥി തൊഴിലാളി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞത്. കോവിഡ് കാലത്ത് നമ്മൾ പട്ടിണി കിടന്നപ്പോഴും നമ്മൾ റേഷനരി കഴിച്ച് ജീവിച്ചപ്പോഴും അവർക്ക് ചിക്കനും ബീഫും കൊടുത്തത്. ഇതാലോചിക്കണം. ഇപ്പോഴും CPM-ൻ്റെയും CPI-യുടെയും യൂണിയനുകൾ, ട്രേഡ് യൂണിയനുകൾ ഈ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്ന നുഴഞ്ഞുകയറ്റക്കാരെ ലീഗലൈസ് ചെയ്യാൻ വേണ്ടി കേരളത്തിലെ ഈ അതിഥി തൊഴിലാളികളെന്ന് വിളിക്കുന്ന അക്രമി തൊഴിലാളികൾക്ക് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ്. അവർക്ക് സംഘടന ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവരെ ഇവിടുത്തെ ലൈഫ് വീട് കിട്ടിയെന്നേ. ലൈഫ് വീട് കിട്ടിയല്ലേ? ചെറിയ കാര്യമാണോ? അപ്പോൾ കേരളത്തിലെ ലക്ഷ്യം അത് തന്നെയാണ്. ഞാൻ ഒരാൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബംഗാളിൽ റെയിൽവേ ലൈനിന് വേണ്ടിയിട്ട് സ്ഥലം അക്വയർ ചെയ്തു, തീവണ്ടി പാതയ്ക്ക് വേണ്ടി. CPM-ൻ്റെ കാലത്ത് അവിടെ കൊണ്ടുവന്ന് ആളുകളെ താമസിപ്പിച്ചു. അവസാനം അവർക്ക് ആ സ്ഥലം പതിച്ചു കൊടുക്കേണ്ട, റെയിൽവേക്ക് കൊടുക്കേണ്ട സ്ഥലത്ത് അവർക്ക് കൊടുക്കണം. അവിടെ വലിയ കോളനി ആയിട്ട് മാറി, മുസ്ലിം കോളനി ആയിട്ട് മാറി. റെയിൽവേ ലൈൻ ഉപേക്ഷിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അലൈൻമെൻറ്റ് മാറ്റേണ്ടി വന്നു. അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്ത പാർട്ടിയാണ് CPM. അതുകൊണ്ട് മമതയെ മാത്രം കുറ്റപ്പെടുത്തരുത്. മമതയുടെ പാഠപുസ്തകം CPM ബംഗാളിൽ ചെയ്തതാണ്. അതിപ്പോൾ ചെയ്യുന്നത് CPM-കാരോട് ചെയ്യുന്നു, കൂട്ടത്തിൽ BJP-കാർക്കും കിട്ടുന്നു. BJP-കാർ അത്യാവശ്യം പറ്റി ശേഷിയുള്ളിടത്ത് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഏതായാലും ഈ ഇന്ത്യ ഗവൺമെൻറ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയിരിക്കുന്ന ബംഗ്ലാദേശികളെ പുറത്താക്കാനുള്ള ശ്രമം തുടരുമ്പോൾ മമത വല്ലാതെ വയലൻ്റ് ആവുകയാണ്. മമത പ്രധാനമന്ത്രിയെ കാണും, പ്രധാനമന്ത്രിയെ ചീത്തയും വിളിക്കും. അതാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. മമതയുടെ അസ്വസ്ഥത അണ പൊട്ടി ഒഴുകുകയാണ്. രാജസ്ഥാനിൽ 300 ബംഗ്ലാദേശികളെ BJP സർക്കാർ പിടികൂടി ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടി ആരംഭിച്ചതിൽ മമത ഖിന്നയാണ്, രോഷയാണ്, ക്ഷുഭിതയാണ്, അക്രമാസക്തയും കൂടിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.